കേട്ടെ. വീണ്ടും ഒരു വിശുദ്ധ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ഞായറാഴ്ച പകലിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ വിവിധ രാജ്യങ്ങളിലിരുന്ന് ലോകത്തിൻ്റെ പല ഭാഗത്ത് പല രാജ്യത്തിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി ഈ ഞായറാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു വരാമല്ലോ. കഴിഞ്ഞ ചില ദിവസങ്ങളായി ചിന്തിക്കുന്ന ദശാംശം എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രഭാതത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ പകൽക്കാലവും കർത്താവിന് കൊടുക്കുന്നതിനെ പറ്റി തന്നെയാണ് ചിന്തിക്കാൻ നമ്മൾ തയ്യാറായിരിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനാധാരമായി സദർശ്യവാക്യങ്ങൾ 3-ാമത്തെ അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധയെത്തിരിക്കുന്നു. സദർശ്യവാക്യങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. ആമേൻ. വളരെ പണ്ട് കാലങ്ങളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ സഭകളിൽ കാണാനില്ല. ഏകദേശം ഒരു 30 വർഷം 25 വർഷമൊക്കെ ബാക്കിലോട്ട് ചിന്തിക്കുമ്പോൾ ആലയത്തിൻ്റെ അൾത്താരയിൽ ഒരു മേശ ഉണ്ടാകും. മേശ. ആമേൻ. അപ്പാസ്റ്റിൻ്റെ പുസ്തകം വയ്ക്കാനും കുടിക്കാൻ വെള്ളം വയ്ക്കാനൊക്കെ ഉള്ള അൾത്താരയിൽ ഒരു മേശ ഉണ്ടാകും. ഇന്നതൊക്കെ മാറി, മേശയൊക്കെ മാറി. ഇന്ന് കണ്ണാടിക്കൂട് പോലത്തെ ഒരു സ്റ്റാൻഡ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അന്നൊരു മേശ ഉണ്ടാകും. മേശമേൽ ശുശ്രൂഷ എന്ന വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ മേശമേൽ ശുശ്രൂഷിക്കുന്ന ആ ഒരു ശുശ്രൂഷ നമ്മുടെ സഭകളിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു. ഇന്ന് മേശയൊന്നും പള്ളികളിൽ അങ്ങനെ ഇല്ല. എന്നാലുള്ള ചർച്ചകളും ഉണ്ട്. എന്നാൽ ആ മേശയുടെ കീഴിൽ ഒരു എങ്ങനെ നിവർത്തിയിട്ടിരിക്കും. സ്തോത്രം. ഇവിടെ എഴുതിയതുപോലെ യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. സ്തോത്രം. ആമേൻ. ഞായറാഴ്ച ചർച്ചിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഭയങ്കര രസമായിരിക്കും. കാരണം ആ പായിൽ മുഴുവൻ കാന്താരി മുളവ് മുതൽ എന്തൊക്കെ ധാന്യങ്ങളുണ്ടോ അത് ആമേൻ നിരന്നിരിക്കുന്നത് കാണാൻ കഴിയും. സ്തോത്രം. അന്നൊന്നും പാസ്റ്റർമാർക്കൊന്നും വണ്ടികളില്ല. ആമേൻ. അത് കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ വളരെ അനുഗ്രഹത്തോടെ അത് ആരാധന സമയത്ത് അതിന് പ്രത്യേക ഒരു പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. ആമേൻ. ആ പിടിയരി ഉണ്ടാകും, മുളക് പൊടിയല്ല, അതൊക്കെ ഇപ്പോഴാണ്. മുളകുണ്ടാകും, മല്ലി ഉണ്ടാകും, മഞ്ഞളുണ്ടാകും, എന്തിനേറെ തേങ്ങയുണ്ടാകും, വെളിച്ചെണ്ണ ഉണ്ടാകും. ആമേൻ. തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു വീട്ടിൽ ആമേൻ എണ്ണ ആട്ടിയെടുക്കുന്ന വീടാണെങ്കിൽ അതിൻ്റെയും ഫലം അവിടെ ഉണ്ടാകും. ഇനി കോഴി ആണ് കുഞ്ഞ് വിരിഞ്ഞിറങ്ങി അതിൻ്റെ ആദ്യ ഫലം ചർച്ചിലുണ്ടാകും. ആടാണെങ്കിൽ അതിൻ്റെ ആദ്യ ഫലവും ചർച്ചിലുണ്ടാകും. എന്താണോ അവരുടെ ആദ്യ ഫലം അത് ദൈവസഭയ്ക്കുള്ളതാണ്. സ്തോത്രം. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ അത് കാണാനില്ല. അതുകൊണ്ടാണ് ജനം അനുഗ്രഹവും പ്രാപിക്കാത്തത്. കാരണം ആ ഒരാഴ്ച ആലയത്തിൽ വരുന്ന ആ ധാന്യങ്ങളും ധനവും അത് അഭിഷത്തിന് വരുന്ന ഒരാഴ്ച ജീവിക്കാനുള്ളതാണ്, ഉപജീവനം കഴിക്കാനുള്ളതാണ്, ആഹാരം കഴിക്കാനുള്ളതാണ്. മുട്ടയുണ്ടാകും, പാലുണ്ടാകും, എന്തെല്ലാം കാര്യങ്ങളെന്നറിയാമോ ആ കാലഘട്ടങ്ങളിൽ ദൈവസഭയ്ക്ക് ദൈവജനം കൊടുത്തുകൊണ്ടിരുന്നത്. ആമേൻ. ഇന്ന് അതെല്ലാം കാലകർമ്മപ്പെട്ടു പോയി. ഇന്ന് അങ്ങനെയുള്ള പ്രസംഗങ്ങളോ അങ്ങനെയുള്ള ഉപദേശങ്ങളോ ഒന്നും സഭയിലില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജനം കൊടുക്കാൻ മടിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആർക്കും ബൈബിൾ പോലും കൊണ്ട് പള്ളിയിൽ പോകാൻ
കഴിയില്ല. കാരണം അന്നൊക്കെ ആ കാലഘട്ടങ്ങളിൽ പള്ളിയിൽ പോകുന്നത് ഒരു രസം തന്നെയാണ്. ആമേൻ. എല്ലാവരുടെ കയ്യിലും വേദപുസ്തകം ഉണ്ടാകും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പാട്ടും പാടി പ്രാർത്ഥിച്ചിറങ്ങി വഴിയിലും അവർ പാടിക്കൊണ്ട് പോകുന്ന ഒരു ഭംഗിയേറിയ കാഴ്ച ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പുതിയ തലമുറയിലാണ് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചോദിക്കുക, നിങ്ങളുടെ മാതാക്കന്മാരോട് ചോദിക്കുക, ആ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു ആലയത്തിലേക്ക് പോകുന്നത്. എന്തിനേറെ ഒരു സ്നാനത്തിലേക്ക് പോകുമ്പോൾ, ഒരു സ്നാനക്കടവിലേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. അന്ന് വലിയ വണ്ടിയിൽ വാഹനങ്ങളൊന്നുമില്ല. ബാൻഡ് അടിച്ച് ചിങ്കി അടിച്ച് ആമേൻ പാട്ടും പാടി കൈയും അടിച്ചൊക്കെ റോഡുകളിൽ കൂടെ പോകുന്നത് ഒരു ഭയങ്കര അലങ്കാരമായി നമുക്കന്ന് കാണാൻ കഴിയുമായിരുന്നു. അതെല്ലാം തീർന്നു. പുഴയിൽ പോയി കലക്ക വെള്ളത്തിലൊക്കെ ഇന്നൊക്കെ സ്വിമ്മിംഗ് പൂളിലൊക്കെ നല്ലതാ. പക്ഷേ ഈ വചനം നമുക്ക് മാറ്റാൻ കഴിയില്ല. ഇന്നും മാറ്റാൻ കഴിയുമോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും ആലയത്തിൽ നിങ്ങൾ ആദ്യ ഫലം കൊടുക്കുന്നവരാണോ? ആദ്യ ഫലമെന്ന് പറഞ്ഞാൽ എല്ലാ തലവും വരും. ഭാര്യ ഭർത്താക്കന്മാരിൽ ദൈവം കൊടുക്കുന്ന തലമുറകളിൽ ആദ്യ ഫലം ദൈവത്തിനുള്ളതാ. കൊടുക്കുന്നുണ്ടോ? ആദ്യ ഫലം സ്തോത്രം ദൈവസന്നിധി കൊടുക്കണം. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ആദ്യ ഫലത്തെ BSc നേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ആ കുഞ്ഞിന് പഠിക്കാൻ കഴിയാത്തതെല്ലാം ചുമന്ന് വച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പഠിക്കാനാക്കും. തിരിച്ചു വരുന്നത് ബ്രൗൺ ഷുഗർ, മൽച്ചുവാരിറ്റി, പൊട്ടച്ചാരായം, അതിന് എന്തൊക്കെ കിട്ടുമോ അതെല്ലാം അടിച്ച് കയറ്റി വീട്ടിലേക്ക് വരും. ആമേൻ. അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് ഇന്ന് ആത്മീക മണ്ഡലം എത്തിക്കഴിഞ്ഞു. പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് ആദ്യ ഫലം കർത്താവിന് കൊടുക്കുന്ന എത്ര ദൈവദാസന്മാരുണ്ട്, എത്ര ദൈവമക്കളുണ്ട്. ആമേൻ. എത്ര വിശ്വാസ കുടുംബങ്ങളുണ്ട് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ. നിങ്ങളുടെ ആദ്യ ഫലം ദൈവകുഞ്ഞെ, ആദ്യ ഫലം കർത്താവിന് കൊടുത്തിട്ടുള്ള ഒരു കുടുംബങ്ങളും ആമേൻ സ്തോത്രം പിന്നെ കൊടുക്കും. മൊണ്ടി, കണ്ണുപൊട്ടൻ. ഒരിടത്ത് ഒരു വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എല്ലാ വീട്ടിലും ഏത് വീട്ടിലും ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയാലും അല്ലെങ്കിൽ കോട്ടേജ് മീറ്റിംഗ് നമ്മൾ വച്ചാലും അവിടെ ആ വീട്ടിലുള്ള ഒരാളിന് ഒരു സാക്ഷ്യത്തിന് 10 മിനിറ്റ് സമയം അനുവദിക്കും. വരുന്ന ആൾക്കാർ നന്ദി പറയാനും സ്വാഗതം. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഒരു അമ്മാമ്മ ഇഴിച്ച് സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞത്, ഞാൻ കോഴിയെ അടവയ്ക്കാറുണ്ട്, ആടുകളെ വളർത്തി അതിൻ്റെ കുഞ്ഞുങ്ങളെടുക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലമൊക്കെ ദൈവസഭയ്ക്ക് കൊടുക്കാറുമുണ്ട്. പക്ഷേ കോഴി വെച്ച് വിരിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, എല്ലാ കുഞ്ഞും വിരിയുകയാണെങ്കിൽ അതിൽ ആമേൻ ആദ്യം വിരിയുന്ന കുഞ്ഞ് ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ് സമർപ്പിച്ച് ആമേൻ അദ്ദേഹം പ്രാർത്ഥിച്ചു. പക്ഷെ എല്ലാ മുട്ടയും വിരിഞ്ഞു. ആദ്യം വിരിഞ്ഞ കുഞ്ഞ് നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു നല്ലൊരു കോഴിക്കുഞ്ഞായിരുന്നു. അവർ തന്നെ പറയുക. പക്ഷെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരുന്നു. വീട്ടിലാണ് ആൾക്കാർ വന്ന് നോക്കി വാങ്ങുന്നത്. ആമേൻ. ആദ്യം ഒരു പാർട്ടി വന്നപ്പോൾ ആ കുഞ്ഞിനെ, ഏത് കുഞ്ഞിനെക്കാളും ആ കുഞ്ഞ് നല്ല ഹൈറ്റും നല്ല ഭംഗിയുമുള്ള കുഞ്ഞായിരുന്നു. അവൻ എന്തോ ഒരു തൊപ്പിയോ തലയിൽ തൊപ്പിയുള്ള കോഴിക്കുഞ്ഞൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. സ്തോത്രം. ആ കുഞ്ഞിനെ വിറ്റു. നോക്കൂ, അപ്പോൾ ആദ്യം ഉള്ളത് ഏതാ? ആദ്യം വിരിഞ്ഞ മുട്ടയുള്ള കുഞ്ഞ് ഏതാ? അത് വിറ്റു. ദൈവത്തിന് നേർന്നതാ. നോക്കൂ, ലാസ്റ്റ് എല്ലാ കുഞ്ഞുങ്ങളെയും ആമേൻ പരിശോധിച്ച ആൾക്കാർ കൊണ്ടുപോയ ശേഷം ഒരു മൊണ്ടി കുഞ്ഞ്, അതിന് ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ഒരു 2 കാലും മൊണ്ടിയ ഒരു കോഴിക്കുഞ്ഞിനെ ദൈവസഭയ്ക്ക് കൊടുത്തു. നേർന്നു. നോക്കൂ, ആ കോഴിക്കുഞ്ഞ് ദൈവസഭയ്ക്ക് കൊണ്ടു കൊടുത്ത്. പക്ഷേ ദൈവത്തിൽ നിന്ന് കിട്ടിയത് നല്ല അനുഗ്രഹമൊന്നുമല്ല കേട്ടോ. നല്ല അടി അവർക്ക് ലഭിച്ചു എന്നുള്ളത് അവർ പറയാനുണ്ട്. കരയുക. കാരണം ആമേൻ അവരുടെ മകളുടെ ആമേൻ ആ വിവാഹം കഴിഞ്ഞ് മക്കളെ പ്രസവിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഒത്തിരി വേദനയിൽ കൂടെയൊക്കെ അവരുടെ തലമുറകളുടെ ആ അനുഭവങ്ങൾ കണ്ട് അവർ ദൈവനാമത്തെ ആമേൻ ഒന്നുകൂടെ ഭയപ്പെടുവാനിടയായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞെ,
നിനക്ക് പറ്റുന്നത് നേരാവും, നിനക്ക് കഴിയാത്തത് ദൈവത്തിൽ നേരരുത്. സ്തോത്രം. ആദ്യ ഫലം നീ ദൈവത്തിന് കൊടുക്കാൻ നീ തയ്യാറാകാത്തത് കൊണ്ടാണ് പലപ്പോഴും നിന്റെ ജീവിതത്തിൽ വഴി അടയപ്പെട്ട, വാതിലടയപ്പെട്ട, അടഞ്ഞൊരു അധ്യായമായി പുറത്തു പോകുന്നത്. സ്തോത്രം. അപ്പോൾ എല്ലാ ഫലത്തിലും ആദ്യം ദൈവത്തിനുള്ളതാണ് ആദ്യ ഫലം. അതാണായാലും പെണ്ണായാലും ആദ്യ ഫലം. ഇനി പൊട്ടനാണെങ്കിലും പൊട്ടിയാണെങ്കിലും അത് ദൈവത്തിനുള്ളതാണ്. അത് ദൈവത്തിന് വേണ്ടി കൊടുക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ മോശയെ കർത്താവിന് വേണ്ടി എറിഞ്ഞു കൊടുത്തു. മോശയെ ദൈവം മാനിച്ചു. സ്തോത്രം. ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ ദൈവം അവനെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനാക്കി. ആമേൻ. സ്തോത്രം. യോസേപ്പ് ദൈവസന്നിധിയിലേക്ക് വേദനയോടെ അവനെ കർത്താവ് കൊണ്ടുവന്നപ്പോഴും അവന് ലോകം അറിഞ്ഞു. ഇന്ന് പകലിൽ നിന്റെ എല്ലാ വിളവിൻ്റെ ആദ്യ ഫലം അത് ദൈവത്തിനുള്ളത്. സ്തോത്രം. നോക്കി, ഇവിടെ നോക്കി. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ദൈവസഭയെ ബഹുമാനിക്കണം. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. കണ്ടോ? അങ്ങനെ നീ ദൈവത്തിന് കൊടുക്കുന്നത് കൊണ്ട്, കൊടുക്കാതെ ആരും ഒന്നും പ്രതീക്ഷിക്കണ്ട. കൊടുത്തെങ്കിൽ മാത്രമേ ദൈവം നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ, ഉറപ്പായിട്ടും. അല്ലാതെ കൊടുക്കാതെ കർത്താവ് തരണമെന്ന് പറഞ്ഞാൽ കർത്താവ് തരുന്ന ദൈവമല്ല. ഇനി എത്ര ഉപവാസം വച്ചാലും, എത്ര നിങ്ങൾ ഉപവസിച്ചാലും, ആമേൻ, അത് ലഭിക്കത്തില്ല. ദൈവത്തിന് കൊടുക്കാതെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തില്ല. സ്തോത്രം. ആമേൻ. ദൈവസഭയെ, ആമേൻ, സ്തോത്രം, ദൈവസഭയെ ഇന്ന് പകൽക്കാലം ബഹുമാനിക്കാത്തവരെ ദൈവം ബഹുമാനിക്കത്തില്ല. എന്താ പറഞ്ഞേ? എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തെ മാനിക്കാതെ ഞായറാഴ്ച പള്ളിയിൽ പോയിരുന്ന് കൊട്ടിപ്പാടിയിട്ട് ഒരു കാര്യവുമില്ല. സ്തോത്രം. ദൈവകുഞ്ഞെ, ദൈവത്തിന് കൊടുക്കാൻ ദൈവത്തെ മാനിക്കാൻ ദൈവദാസന്മാരെ മാനിക്കാൻ പഠിക്ക്. നിന്നെ പ്രാർത്ഥിച്ച് താങ്ങിയവരൊന്നും നീ മറക്കരുത്. നീ അവരെ കരയിപ്പിക്കരുത്. അവരെ നീ ബഹുമാനിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാര്യസാധ്യങ്ങൾ വരുമ്പോൾ ആമേൻ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് ദൈവപൈതലെ നീ ദൈവത്തെ മുറുകെ പിടിക്കാതിരുന്നാൽ, നീ ദൈവസഭയിൽ സലണ്ടറാകാതിരുന്നാൽ നിനക്കിതൊന്നും പ്രാപിക്കാൻ കഴിയില്ല. സ്തോത്രം. ആമേൻ. സ്തോത്രം. അവിടെ അടുത്തെന്ന് പറഞ്ഞത്, നിന്റെ ചക്കുകളിൽ വീഞ്ഞെന്ത് ചെയ്യും? കവിഞ്ഞൊഴുകും. എങ്ങനെയാ? നീ ദൈവത്തെ മാനിച്ചത് കൊണ്ട്, ദൈവസഭയെ ബഹുമാനിച്ചത് കൊണ്ട്. ആമേൻ. ദൈവത്തെ നീ മുറുകെ പിടിച്ചത് കൊണ്ട്. ആമേൻ. മുറുകെ പിടിച്ച് ആരെങ്കിലും, ദൈവത്തെ മുറുകെ പിടിച്ചവരാരെങ്കിലും തോറ്റുപോയിട്ടുണ്ടോ? ആമേൻ. ആരും, ഒരാൾ പോലും തോറ്റുപോയിട്ടില്ല. തോൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം അവൻ്റെ എല്ലാ വഴികളിലും ദൈവമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ദൈവം. അങ്ങനെയെങ്കിൽ ദൈവം നിറഞ്ഞു നിൽക്കുന്നു എങ്കിൽ നിന്റെ എല്ലാ കാര്യാദികളും മാനിക്കുന്ന, പരിപാലിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം നിന്റെ അടുത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തലമല്ലേ? നോക്കിയേ, അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്തും ഒരു ദൂതുണ്ട്. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തില് വളരെ ശക്തമായി നോഹയുടെ, ആമേൻ, സ്തോത്രം, കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, 7-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, നോഹയുടെ ആയുസ്സിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകൾ ഒക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. കണ്ടോ? നോഹയുടെ ആയുസ്സിന്റെ, കണ്ടോ, 600-ാം, ആമേൻ, സംവത്സരത്തിൽ. അപ്പോ 600-ാം വയസ്സിൽ, പ്രൈസ് ദി ലോർഡ്, ചിലത് തുറക്കാൻ പോകുകയാ. ദൈവത്തെ ബഹുമാനിച്ചതും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നോഹ നിന്നത് കൊണ്ട് നോഹയ്ക്ക് വേണ്ടി ദൈവം ആകാശത്തിലെ കിളിവാതിലുകളും തുറന്നു. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കിളിവാതിലുകൾ തുറക്കാൻ പോകുകയാ. ദൈവപൈതലേ, പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ വിളിച്ചു പറയുക, നിനക്ക് വേണ്ടി പുതിയ കിളിവാതിലുകൾ സ്വർഗം തുറക്കാൻ പോകുന്നു. പുതിയ കിളിവാതിലുകൾ
സ്വർഗം നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ തുറക്കാൻ പോകുന്നു. ഈ വിശുദ്ധ പകലിൽ ഇവിടെ പറയുന്നത്, യഹോവയെ നിന്റെ ധനം കൊണ്ടും, പൈസ കൊണ്ട് നീ മാനിക്കണം കേട്ടോ, പൈസ കൊണ്ട് മാനിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ വിളവിൻ്റെയും ആദ്യ ബലം കൊണ്ട് ബഹുമാനിക്കണം. എല്ലാ വിളവിൻ്റെയും ആദ്യ ബലം കൊണ്ട് ബഹുമാനിക്കണം. ദൈവം നിനക്ക് എന്ത് തന്നിട്ടുണ്ടോ അതിൻ്റെ ആദ്യ ഫലം ദൈവത്തിനുള്ളതാ. തലമുറയാണോ അതിൻ്റെ ആദ്യ ഫലം ദൈവത്തിനുള്ളതാ. എല്ലാത്തിൻ്റെയും ആദ്യ ഫലം ദൈവത്തിന് കൊടുക്കണം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി സ്തോത്രം. പിന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണം, വിടുവിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ ബഹുമാനിക്കാൻ മറക്കരുത്. ദൈവസഭയെ ഉപദേശങ്ങൾ ആമേൻ അനുസരിപ്പാൻ നിങ്ങൾ മറന്നു പോകരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.